എന്താണെന്ന് അറിയില്ല. നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. പ്രായം കടന്നുപോയി എന്നറിയാം, എന്നാലും നീ ഒരു കല്യാണം കഴിക്കണം. കല്യാണം അത് വേണ്ട, ശരിയാവില്ല. ഞാനും ഈ വിഷയം ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് അടിയുറച്ച ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ കല്യാണം കഴിച്ചാലും ഭാര്യയായി കഴിഞ്ഞാൽ അവൾ ഒരു സാധാരണ മലയാളി പെണ്ണായി മാറും. വീടും ഭർത്താവും കുട്ടികളും കുടുംബമായിട്ട് അവൾ അങ്ങ് ഒതുങ്ങും. ആ ചട്ടക്കൂടിന് പോറലേറ്റാൽ ഭർത്താവിനെ തന്നെ അവൾ ആക്രമിക്കാൻ തുടങ്ങും. അത്രയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളൂ. വല്ല ചൈനയിലോ ക്യൂബയിലോ ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടുത്തെ സ്ത്രീകളുടെ രാഷ്ട്രീയ ബോധം? ഓ, അവിടം വരെ പോയി കല്യാണം കഴിക്കുക അത്ര എളുപ്പമല്ല മുകുന്ദ. ഞാൻ കാര്യമായിട്ട് പറയുക, ഞാൻ എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഈ പോലീസുകാർ തല്ലിക്കൊല്ലുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. അച്ഛാ, പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം ഒരു തടസ്സമാണ്. അതൊന്നും നീ പറയണ്ട. പാർട്ടി സമിതികൾ അത്ര ഉണ്ടാക്കിയ മാർക്സ് കല്യാണം കഴിച്ചിരുന്നല്ലോ. അതിൽ അദ്ദേഹം പിന്നീട് ഖേദിച്ചിരുന്നതായി എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഞാനത് എവിടെയോ വായിച്ചില്ല. ഇനിയിപ്പോ അത് ശരിയാണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ നീ ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഖേദിച്ചോ. ആ മുകുന്ദ, അബ്ബാസോ, നീ എപ്പോഴാ ദുബായിന്ന് വന്നേ? ഞാൻ ഇന്നലെ എത്തി. ഇന്നലെ എത്തിയിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നോ? 1-2 ലെറ്റേഴ്സ് കൊടുക്കണ്ടായിരുന്നു. യൂത്ത് ഫെഡറേഷന്റെ വാർഷികം കണക്കാക്കി ലീവ് എടുത്തതാ. ഇപ്രാവശ്യം ഉഷാറാക്കണം. അതിന് കാശ് എത്ര ചെലവ് വന്നാലും എന്റെ വക. അങ്ങനെ ബൂർഷാ ദുബായിക്കാരന്റെ കാശ് കൊണ്ട് വാർഷികം നടത്തേണ്ട ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല. അതെന്താ മുകുന്ദ നീ അങ്ങനെ പറഞ്ഞത്? കടം മൂത്ത് ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ നാട് വിട്ടത്. ദുബായിലാണെങ്കിലും ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയല്ലേ ഞാനും. നീ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ നീരാക്കുന്ന ചോര ചെമ്മണ്ണൂരിലല്ലേ നീ നീരാക്കേണ്ടത്? എവിടെ പണിയെടുത്താലും തൊഴിലാളിക്ക് അവന്റെ കൂലി കിട്ടിയാ പോരെ. ഞാൻ ഇവിടെ നീരാക്കുന്ന അതേ ചോര ദുബായിൽ നീരാക്കുമ്പോ ഉറുപ്പിയേക്ക് 12 ഇരട്ടി വെച്ച് കിട്ടും. അത് ഞാനവിടെ കുഴിച്ചു മൂടാതെ മാസം മാസം ഇങ്ങോട്ട് അയക്കണുണ്ടല്ലോ. അതുകൊണ്ട് കാര്യമായില്ല. നീ എന്തിനാ മുകുന്ന അബ്ബാസിന്റെ മെക്കെട്ട് കയറുന്നേ? അവൻ ദുബായി പോയെന്ന് വെച്ച് ബൂർഷയൊന്നും ആവില്ലല്ലോ. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. പഴയ വീര് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് രാമകൃഷ്ണ വക്കീൽ വിളിച്ചിരുന്നു. ഫാക്ടറി പൂട്ടാൻ സർക്കാർ ഉത്തരവായി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. പൂട്ടിച്ചേ പൂട്ടിച്ചേ ഫാക്ടറി ഞങ്ങൾ പൂട്ടിച്ചേ.